Good afternoon, all. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ രാകേഷ്, കേൾക്കാം. പ്രയർ ആണെങ്കിൽ പറഞ്ഞു കേട്ടോ. ഓക്കെ, ഇന്ന് കുറച്ച് പേര് ജോയിൻ ചെയ്തിട്ടുള്ളല്ലോ. വരാൻ സമയമാവുന്നുള്ളൂ എന്ന് തോന്നുന്നല്ലേ? ഓക്കെ, നമ്മൾ ഇന്ന് സെമിനാറിന്റെ പോർഷൻസ് ആണ് പറഞ്ഞത് അല്ലെ? ഇന്ന് സെമിനാർ എടുക്കുന്ന പറഞ്ഞത് അല്ലേ? നമ്മള് കീ ഡയമെൻഷൻസിൽ ഫസ്റ്റ് പോയിന്റ് കമ്മ്യൂണിക്കേറ്റിംഗ്. അതാരായിരുന്നു സെമിനാർ? സബീറ ബാനു അല്ലേ? ആളുണ്ടോ ഇവിടെ? കമ്മ്യൂണിക്കേറ്റിംഗ് ആരൊക്കെയാണെന്നൊന്ന് പറയാവോ? സെമിനാർ എടുക്കാൻ റെഡി ആയിട്ടുള്ളവര്? മോൾ എടുക്കാണ്. ഞാൻ റെഡിയാണ് മിസ്. എന്റെ എഫ് ആണ്, കൺസൾട്ടേറ്റീവ് ഡിസിഷൻ മേക്കിംഗ്. ഓക്കേടാ, 5 ഉണ്ട്. അമീഷ, റസിക. ഓക്കെ, റസിക ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പോ 5 എടുത്തോട്ടെ. കൺസൾട്ടേറ്റീവ് ഡിസിഷൻ മേക്കിംഗും എടുത്തോ, സ്റ്റാർട്ട് ചെയ്തോട്ടെടാ. ഓക്കെ മിസ്, താങ്ക് യു. പിൻ ചെയ്യാട്ടേടാ. ഞാനേ ഇമേജ് എടുത്തിട്ടുണ്ട്. 1 മിനിറ്റ് പിൻ ചെയ്തിട്ട് എടുക്കാട്ടാ. ഓക്കെ. ഓക്കെ, 1 മിനിറ്റ് കേട്ടോ. ഞാൻ PDF കാണില്ല. 1 മിനിറ്റ് കേട്ടോ. ഓക്കെ കേട്ടാ, കണ്ടിന്യൂ. നമ്മുടെ പേജ് നമ്പർ 138 ആണ് എടുക്കണത്. എടുത്തോട്ടാടാ. ഓക്കെ.
Good afternoon, Miss. Good afternoon, all. My seminar topic is consultative decision making. എന്താണ് കൺസൾട്ടേറ്റീവ് ഡിസിഷൻ മേക്കിംഗ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇന്നത്തെ വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാർത്ഥികളുടെ പൂർണ്ണ വികസനത്തിനായി സ്കൂൾ മാത്രമല്ല ഫാമിലിയും ഒരുപോലെ ഉത്തരവാദിത്വം വഹിക്കുന്നു. പാരന്റ്സും ടീച്ചേഴ്സും സ്റ്റുഡൻസും എന്നിവർ ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മ ഉയരുന്നത്. അതിനായി എന്തെങ്കിലും തീരുമാനമെടുക്കുന്നതിൽ എല്ലാ വിഭാഗങ്ങളുടെയും അഭിപ്രായം ഉൾപ്പെടുത്തുന്നത്. ഇതാണ് കൺസൾട്ടേറ്റീവ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു സ്കൂളിന്റെ പ്രവർത്തനത്തില് തീരുമാനമെടുക്കുമ്പോൾ പാരന്റ്സിനെ എങ്ങനെയൊക്കെ ഉൾപ്പെടുത്താമെന്ന് നമുക്ക് നോക്കാട്ടോ. അറേഞ്ച് ഫോർ ദ സ്കൂൾ കമ്മ്യൂണിറ്റി ടു ബി കൺസൾട്ടഡ് ഓൺ ന്യൂ സ്കൂൾ പോളിസീസ്, അപ്രൈസൽ, റിപ്പോർട്ടിംഗ് ആൻഡ് കരിക്കുലം ചേഞ്ചസ്. അതായത് സ്കൂളിലെ പുതിയ പോളിസികളോ പിന്നെ കരിക്കുലം ആക്ടിവിറ്റികളോ പിന്നെ അതേപോലെ തന്നെ മൂല്യനിർണ്ണയമായ രീതികളൊക്കെ തുടങ്ങിയവയിൽ രക്ഷിതാക്കളുടെ അഭിപ്രായം ഉൾപ്പെടുത്താം. അതേപോലെ തന്നെ എൻകറേജ് പാർട്ടിസിപ്പേഷൻ ഇൻ ഫോർമൽ പാരന്റ്സ് ഓർഗനൈസേഷൻ ഇൻ ദ സ്കൂൾ. രക്ഷിതാക്കളുടെ സംഘടനകളിൽ പങ്കെടുക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക, രക്ഷിതാക്കളെ പ്രോത്സാഹിപ്പിക്കുക. അതേപോലെ തന്നെ എൻകറേജ് പാർട്ടിസിപ്പേഷൻ ഇൻ ഇൻഫോർമൽ ഈവെന്റ്സ് ടു പാർട്ടിസിപ്പേഷൻ. അതേപോലെ തന്നെ അനൗപചാരിക പരിപാടികളിലും അവരെ പങ്കെടുപ്പിക്കുക. PTA മീറ്റിംഗ് അങ്ങനത്തെ ഒക്കെ ഉണ്ടാവുമല്ലോ, അതിലൊക്കെ പങ്കെടുപ്പിക്കുക. അടുത്ത പോയിന്റ് ആണ് സീക്ക് ഔട്ട് ആൻഡ് ഇൻക്ലൂഡ് പാരന്റ് റെപ്രസെന്റേറ്റീവ് ഫ്രം ഓൾ റേസൽ, എത്തിക്, സോഷ്യോ എക്കണോമിക് ആൻഡ് അതർ ഗ്രൂപ്പ്സ് അറ്റ് ദ സ്കൂൾ. അതായത് വ്യത്യസ്ത തരത്തിൽ നിന്ന് വരുന്ന പാരന്റ്സ് ആയിരിക്കും ഒരു പിന്നെ സ്കൂളിലൊക്കെ ഉണ്ടാവുക. അവരെ ഉദാഹരണത്തിന് സോഷ്യലായും ഫിനാൻഷ്യലായും ഒക്കെ ബാക്കിലുള്ളവരുണ്ടാവും. പക്ഷെ അവരെയും ഉൾക്കൊള്ളിച്ച് വേണം നമ്മൾ പരിപാടികൾ ഉൾപ്പെടുത്താൻ. അതേപോലെ തന്നെ ക്യാരി സ്റ്റുഡൻസ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ഗ്രൂപ്പ്സ്. അതായത് പാരന്റ്സ് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളോടൊപ്പം തീരുമാനമെടുക്കുന്ന ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തുക. പിന്നെ പ്രൊവൈഡ് ഫോർ പാരന്റ്സ് ഇൻപുട്ട് ടു ഫോർമൽ സ്കൂൾ വ്യൂവേഴ്സ്, ഓഫർ ട്രെയിനിങ് ആൻഡ് സപ്പോർട്ട് ടു പാരന്റ്സ് ലീഡേഴ്സ്. അതായത് അതേപോലെ തന്നെ അവർക്ക് മെച്ചപ്പെട്ട ട്രെയിനിങ് ഒക്കെ നൽകുക, അങ്ങനെ പരിപാടികളിൽ പങ്കെടുക്കാനുള്ള ട്രെയിനിങ്ങും അങ്ങനത്തെ ഒക്കെ നൽകുക. അതേപോലെ തന്നെ ഓതറൈസ് നെറ്റ്വർക്ക് ടു ലിങ്ക് ഓൾ ഫാമിലീസ് വിത്ത് പാരന്റ്സ് റെപ്രസെന്റേറ്റീവ്. എല്ലാ കുടുംബങ്ങളെയും രക്ഷിതാക്കളുടെ പ്രതിനിധികളുമായി ബന്ധിപ്പിക്കുന്ന നെറ്റ്വർക്കുകൾ അംഗീകാരം നൽകുക. അതായത് ഇപ്പൊ ഓരോ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ ഫാമിലി പിന്നെ സ്കൂളിന്റെ തന്നെ പാരന്റ്സ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതേപോലെ നൽകുക. അങ്ങനെ നെറ്റ്വർക്ക് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കുക. ഇങ്ങനെ പിന്നെ ഒരു സ്കൂളിന്റെ പ്രവർത്തനത്തിൽ പാരന്റ്സിനെയും കൂടി ഉൾപ്പെടുത്തുമ്പോൾ അതിന് നമുക്ക് ഔട്ട്കം ആയി എന്തൊക്കെ കിട്ടും നോക്കാം. ബിൽഡ് ട്രസ്റ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. അതായത് പാരന്റ്സും ടീച്ചേഴ്സും സ്റ്റുഡൻസും തമ്മിലൊരു വിശ്വാസം അവിടെ വളരും. അതേപോലെ തന്നെ പ്രൊമോട്ട്സ് ഷെയർഡ് ആൻഡ് ഡെമോക്രാറ്റിക് ഡിസിഷൻ മേക്കിംഗ് ഇൻ സ്കൂൾ. സ്കൂളിന്റെ തീരുമാനമെടുക്കുന്നതിൽ ഒരു ജനാധിപത്യമായ രീതിയിലാകും. അതേപോലെ തന്നെ എൻഹാൻസ് ദ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ത്രൂ കളക്റ്റീവ് ഇൻവോൾവ്മെന്റ്. സ്കൂളിലെ എല്ലാ വിഭാഗങ്ങളുടെയും സഹകരണം അവിടെ പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ എൻകറേജ് എ പോസിറ്റീവ് ഇൻക്ലൂസീവ് സ്കൂൾ എൻവയോൺമെന്റ്. സ്കൂളിന്റെ വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മയും വിദ്യാർത്ഥികളുടെ സാമൂഹിക വികസനവും അവിടെ ഉയരും. ഇതിന്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഒരു വിദ്യാഭ്യാസം കൊണ്ട് അർത്ഥമാക്കുന്നത് പുസ്തക വിജ്ഞാനം മാത്രമല്ല, നല്ലൊരു ഉത്തരവാദിത്വമുള്ള ജനതയെ വളർത്തുക കൂടിയാണ്. അതുകൊണ്ട് തന്നെ കൺസൾട്ടേറ്റീവ് ഡിസിഷൻ മേക്കിംഗ് അത്യാവശ്യമാണ്. ഇത് സ്കൂളിനെ വികസനത്തിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ മിസ്. ഓക്കെ, കൊളാബറേറ്റിംഗ് ബിയോണ്ട് ദ സ്കൂൾ ആ ടോപ്പിക്കാണ് മറ്റൊരാൾക്കാണ് കൊടുത്തിരിക്കുന്നത്, പക്ഷെ ഞാനാണ് എടുക്കുന്നത് കേട്ടോ, കാരണം പോർഷൻ നമ്മൾ നീങ്ങൂല. അതുകൊണ്ടാണ് ഫാമിലി സ്കൂൾ ആക്ഷൻ ടീം കേട്ടിട്ടുണ്ടോ? ഒരു ഫാമിലി സ്കൂൾ ആക്ഷൻ ടീം ഉണ്ടെങ്കിൽ നമുക്ക് കൊളാബറേറ്റ് ചെയ്യാൻ പറ്റും. ബിസിനസ് സ്കൂളിലെ എല്ലാ ആക്ടിവിറ്റീസ് ആയിട്ട് നമുക്ക് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആണ്. വർക്കിംഗ് ഗ്രൂപ്പ് ക്യാൻ പ്ലാൻ ഫോർ ഇന്ററാക്ഷൻ വിത്ത് ഫർദർ കമ്മ്യൂണിറ്റീസ്. നമുക്ക് വർക്കിംഗ് ഗ്രൂപ്പ്സ് ഇവരൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്ത്
കൂടുതലായിട്ട് കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസിലും കാര്യങ്ങളും പങ്കെടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഒരു പറയുന്നത് gather and provide information, assess for students, family on community health, culture, entertaining, social support and other programs or service. കൂടുതലായിട്ടുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളും ഗ്യാദർ ചെയ്യാൻ പറ്റും. അത് സ്റ്റുഡൻസിനോ ഫാമിലീസിനോ കമ്മ്യൂണിറ്റി ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാവട്ടെ എന്താവട്ടെ അതിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഇൻഫർമേഷൻസും കാര്യങ്ങളും കിട്ടും. പിന്നെ കൾച്ചറൽ എന്റർടൈനിങ് ആക്ടിവിറ്റീസും കാര്യങ്ങളും പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ പങ്കെടുക്കാനൊക്കെ പറ്റും. Gather and provide information on community activities that link to learn skills. അപ്പൊ നമ്മള് ഒരു കൊളാബറേഷൻ ഉണ്ട്, ഫാമിലി ആക്ഷൻ ടീമോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നമുക്ക് കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസിൽ നല്ല രീതിയിൽ കൂടുതൽ ഇൻഫർമേഷൻസും കാര്യങ്ങളും കിട്ടും. അതുകൂടാതെ കൂടുതൽ ലേൺ സ്കിൽസ് ആൻഡ് ടാലൻസ് ഇൻക്ലൂഡിങ് സമ്മർ പ്രോഗ്രാം ഫോർ സ്റ്റുഡൻസ്. അപ്പൊ നമ്മൾ ഫാമിലി സ്കൂൾ ആക്ഷൻ ടീം ഉണ്ടെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും കൂടി പരസ്പരം സംസാരിച്ചിട്ട് ഒരു സമ്മർ ക്യാമ്പ് ഒക്കെ കണ്ടക്ട് ചെയ്യാൻ പറ്റും. കുട്ടികള് സ്കൂൾ വെക്കേഷൻ അതേപോലെ എന്താ പറയാ വേനലവധി സമയത്ത് സമ്മർ വെക്കേഷൻ സമയത്തൊക്കെ കൂടുതലായിട്ട് ടൈം ഫോണിലും മൊബൈൽ ഫോണിലായിരിക്കും മിക്ക കുട്ടികളും സ്പെൻഡ് ചെയ്യുന്നത്. ഇന്നത്തെ കുട്ടികളുടെ കാര്യമാണ്. അപ്പൊ അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് കുറച്ച് സമ്മർ ക്യാമ്പ് പോലെ അവർക്ക് എന്തെങ്കിലും ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാംസോ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി അത് അവരുടെ ബെറ്റർ ഡെവലപ്മെന്റിന് അത് ഹെൽപ്പ് ചെയ്യും. Establishment partnership with the other service agencies, example student help nurse. അപ്പൊ നമുക്ക് കുറച്ചും കൂടി സർവീസ് ഏജൻസി ഒക്കെ ആയിട്ട് നല്ലൊരു പാർട്ണർഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്ത് സ്റ്റുഡന്റ് ഹെൽത്ത് നേഴ്സ് അല്ലെങ്കിൽ സ്റ്റുഡൻസിന് വേണ്ട ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള കൗൺസിലിംഗും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അഡ്വൈസ് ഫാമിലി ഓഫ് കമ്മ്യൂണിറ്റി പ്രോഗ്രാം ഫോർ സ്റ്റുഡൻസ്. അപ്പം ഫാമിലി എന്താ പറയാ അഡ്വൈസും കാര്യങ്ങളും കൊടുക്കാൻ പറ്റും. കമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അഡ്വൈസും കാര്യങ്ങളും കൊടുക്കാൻ പറ്റും. എക്സാമ്പിൾ ട്യൂട്ടറിംഗ്, മെന്ററിംഗ്, ബിസിനസ് പാർട്ട്ണർഷിപ്പും കാര്യങ്ങൾ അതൊക്കെ വഴി നമുക്ക് കുറച്ച് കമ്മ്യൂണിറ്റി പ്രോഗ്രാംസ് ബിസിനസ് ഫാംസ് ഒക്കെ ആയിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും പ്രോഗ്രാംസ് ഇപ്പോ നേച്ചർ ഡേയുടെ ഭാഗമായിട്ട് ഏതെങ്കിലും ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആയിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രോഗ്രാംസും കാര്യങ്ങളും കണ്ടക്ട് ചെയ്യാനൊക്കെ ഹെൽപ്ഫുൾ ആണ്. Invite past students to participate in the school program for students. പാസ്റ്റ് നമ്മളുടെ സ്കൂളിൽ നിന്ന് പാസ് ഔട്ട് ആയിട്ടുള്ള കുട്ടികളെ ഇൻക്ലൂഡ് ചെയ്തിട്ട് മേ ബി നല്ല എന്താ പറയാ അത്യാവശ്യം നല്ല രീതിയിൽ സക്സീഡ് ആയിട്ടുള്ള ഒരു നമ്മൾ വിളിച്ചിട്ട് അവർക്ക് വേണ്ടി ഒരു മോട്ടിവേഷൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഈ പാസ്റ്റ് സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് തന്നെ സ്കൂൾ പ്രോഗ്രാംസും കാര്യങ്ങളും കണ്ടക്ട് ചെയ്യാം. Establish partnership with the local business to provide work experience, organize work placement for students. നമ്മുടെ അടുത്തുള്ള ലോക്കൽ ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആയിട്ട് പാർട്ട്ണർഷിപ്പില് കുട്ടികൾക്ക് വർക്ക് എക്സ്പീരിയൻസ്. എന്റെയൊക്കെ ചെറുപ്പത്തില് ഞങ്ങളുടെ നാടിന് ഒരു പ്രത്യേകത ഉണ്ട്. പാലിയം എന്നാ പറയുന്നത് നാടിന്റെ പേര്, അല്ലെങ്കിൽ ഞങ്ങളുടെ സ്ഥലത്തിന്റെ പേര് പാലിയം എന്നാണ്. ചേന്നമംഗലം എന്നും പറയും. ചേന്നമംഗലം ഞങ്ങളുടെ ഇവിടെ പ്രശസ്തമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചേന്നമംഗലം കൈത്തറി ഭയങ്കര പ്രശസ്തമാണ്. കൈത്തറി ഞങ്ങൾ കൈത്തറി പ്രൊഡക്റ്റ് ഭയങ്കര പ്രശസ്തമാണ്. അപ്പൊ എന്റെയൊക്കെ ചെറുപ്പത്തില് കൈത്തറി പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഞങ്ങളുടെ ഇവിടെ ഉള്ള എല്ലാവരും ഭൂരിഭാഗം ആൾക്കാരും ഈ നെയ്ത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ഞങ്ങൾക്ക് നെയ്ത്ത് സൊസൈറ്റി ഉണ്ട്, കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്, ഹാൻഡ്ലൂം കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്. അവിടേക്ക് ഒരു വിസിറ്റ് ആയിട്ട് കൊണ്ടുപോയത് എനിക്ക് ഓർമ്മയുണ്ട്. കാരണം ഒരു വർക്ക് എക്സ്പീരിയൻസ് അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, ഈ ചർക്ക അതേപോലെ ഇങ്ങനെ നമ്മളിങ്ങനെ എന്ത് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ നെയ്യുന്നതും കാര്യങ്ങളൊക്കെ കണ്ടതും ഒക്കെ ഓർമ്മയുണ്ട്. കാരണം ഒരു വർക്ക് എക്സ്പീരിയൻസ് ആവും നമുക്ക്. നമ്മൾ എന്താണ് ഇപ്പൊ ഹാൻഡ്ലൂം കൈത്തറി എന്നൊക്കെ നമ്മള് ടെസ്റ്റിൽ സോഷ്യലിലൊക്കെ പഠിക്കുമല്ലേ, കുറെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവും. ഹാൻഡ്ലൂംസും കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ സോഷ്യലൊക്കെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ഇതൊന്ന് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ഒരു കാര്യങ്ങൾ റിയൽ ആയിട്ട് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്കൊരു ബെറ്റർ ലൈഫ് എക്സ്പീരിമെന്റ് ആയിരിക്കും. അതിനെ കുറിച്ചിട്ട് അവരൊരിക്കലും മറക്കില്ല. എസ്റ്റാബ്ലിഷ് ആൻ ഔട്ട്റീച്ച് കമ്മ്യൂണിറ്റി സർവീസ് പ്രോഗ്രാം ബൈ സ്കൂൾ ആൻഡ് ഫാമിലി. എക്സാമ്പിൾ റീസൈക്ലിംഗ്, മ്യൂസിക്കൽ പെർഫോമൻസ് ആൻഡ് സ്പോണ്ടേനിയസ് വർക്ക് വിത്ത് സീനിയേഴ്സ് ആൻഡ് കൾച്ചറൽ ആക്ടിവിറ്റി. അപ്പോ നമുക്ക് ഈ റീസൈക്ലിംഗ് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നമ്മുടെ സ്കൂളിൽ കണ്ടക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മുടെ സ്കൂളിലെ കുട്ടികളോട് പറയാം നമ്മുടെ വീടിന് ചുറ്റുപാടുള്ള പ്ലാസ്റ്റിക് കുപ്പികളും കാര്യങ്ങളും കളക്ട് ചെയ്തുകൊണ്ട് വരണം, നെക്സ്റ്റ് ഡേ വരുമ്പോൾ കളക്ട് ചെയ്തുകൊണ്ട് വരണം എന്ന് പറയുകയാണെങ്കിൽ കുട്ടികളെല്ലാവരും ഈ പ്ലാസ്റ്റിക് റീസൈക്ലിംഗിന്റെ ഭാഗമായിട്ട് പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് വരും. അത് നമ്മള് ഞങ്ങളുടെയൊക്കെ എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഇതെല്ലാം സ്കൂളിൽ കണ്ടക്ട് ചെയ്തിട്ടുള്ളതാണ്. മേ ബി നിങ്ങളുടെ കുട്ടികളുടെ ആയാലും നമ്മൾ പഠിച്ചിരുന്ന സമയത്തും ഇതൊക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടാവും. പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്ലാസ്റ്റിക് മെറ്റീരിയൽസും കാര്യങ്ങളും വേസ്റ്റ് ആയിരിക്കും. അത് നമ്മൾ സ്കൂളിൽ കൊണ്ടുപോകും. അവിടെ നിന്ന് കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, അത് റീസൈക്കിൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. പഞ്ചായത്തിലേക്ക് കൊടുക്കുകയാണ് ചെയ്തിരുന്നത്.
പിന്നീട് ഇപ്പോ അതിന്റെ പ്രശ്നമില്ല, കാരണം എന്താണ്, ഹരിത കർമ്മസേന ഉണ്ടല്ലേ, ഇന്ന് പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമുക്ക് ആ ഒരു പ്രശ്നമില്ല. പക്ഷെ അങ്ങനെയും ചെയ്യാം എന്നാ പറയുന്നത്. Development partnership with the local indigenous community organization to develop cultural responsiveness of school community and promote understanding of the participation in important community events. നമ്മുടെ കമ്മ്യൂണിറ്റി പാർട്ട്ണർഷിപ്പ്, ലോക്കൽ ഇൻഡിജിനസ് കമ്മ്യൂണിറ്റി ആയിട്ട് നല്ല രീതിയിൽ, ഓർഗനൈസേഷൻസ് ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ പാർട്ട്ണർഷിപ്പോട് കൂടി നമുക്ക് എന്ത് ചെയ്യാം, എന്താ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ഇവന്റ്സിലും കാര്യങ്ങൾക്കും പങ്കെടുക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ സ്കൂളിന്റെ ഭാഗമായിട്ട് എന്താണ് ഈ SNDPയുടെ ഭാഗമായിട്ട് കമ്മ്യൂണിറ്റി ഇവന്റ്സും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ ഈ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യും കേട്ടോ. ഈ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യും. അപ്പോൾ നമുക്കത് ഡിഫറൻസ് ഇല്ല, നമ്മുടെ സ്കൂളിലുള്ള എല്ലാവർക്കും പങ്കെടുക്കാം. കാസ്റ്റ് ബേസ്ഡ് ആയിട്ടോ അങ്ങനെ ഒന്നല്ല അവർ പ്രോഗ്രാംസും കാര്യങ്ങളും കണ്ടക്ട് ചെയ്യുന്നത്. എല്ലാവർക്കും ഈക്വലി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അതിൽ പ്രൈസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അങ്ങനെ നമുക്ക് എല്ലാ കാര്യങ്ങളിലും എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ആയിട്ട് കൊളാബറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ നമ്മുടെ കൾച്ചറും അതേപോലെ നമ്മുടെ കൂടുതലായിട്ട് നമുക്ക് ആ ഒരു കൾച്ചറും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് പാർട്ടിസിപ്പേറ്റിംഗ് ആണ്. പാർട്ടിസിപ്പേറ്റിംഗ് ആരാണ് എടുക്കുന്നത്? മിസ്സേ രസിക്കാണ് കിട്ടിയോക്കുന്നത്. ഓക്കെ, രസിക എടുക്കോടാ. ഓക്കെ മിസ്. Good afternoon, everyone. Unit 2, Key Dimensions of Family School Partnership എന്ന ടോപ്പിക്കിലെ പാർട്ടിസിപ്പേറ്റിംഗ് ആണ് കിട്ടിയിരിക്കുന്നത് സെമിനാർ. ഹലോ പറഞ്ഞോടാ. ഇവിടെ റേഞ്ചിന് കുറച്ച് ഇഷ്യൂ ഉണ്ട് മിസ്സേ. കണ്ടക്ട് ചെയ്തോ, എന്തെങ്കിലും പ്രശ്നമുണ്ട് ഞാൻ പറഞ്ഞോളാം. കേൾക്കാൻ പറ്റാതെ വന്നാൽ ഞാൻ പറഞ്ഞോളാം. Today I am going to speak about the importance of family and school participation and how both can work together to support the overall development of students. A family school action team or working group can play a vital role in building cooperation between parents, families, and schools. Such a group can plan volunteer programs and activities to strengthen this partnership. First, schools access the volunteer needs and identify various ways in which parents and families can participate and interact with the school and community. The school also developed a policy for volunteer involvement, training, goal setting, and recognition. Next, schools can ask family members how they would like to participate in their child's education and create a skills bank to make use of their talents and experiences. They can invite parents and community members to act as guest teachers, guest speakers, tutors, mentors, sports coaches, or helpers in school activities. Flexible schedules should be implemented for volunteers, school assemblies, and events so that everyone gets an opportunity to take part. Parents can also be invited to volunteer in programs where students can work shadow them to learn about different careers. Schools can further organize working communities for parents to take leadership roles, especially in areas like student safety and behavior. Moreover, it is important to recognize and discuss parental embarrassment or hesitation in participating in children's learning during staff meetings and professional development sections. This helps to teachers understand the importance of family involvement. Participating means taking part in or being involved in an activity, event, or group.
when we also are actively joining and contributing, not just watching from the side. Conclusion: when families and schools work together, it creates a strong, supportive environment that benefits children's academic achievement and emotional growth. Parental participation is not just a support, it is an essential part of a successful education system. Thank you. ഓക്കേടാ, നന്നായിട്ട് എടുത്തോട്ടോ. അപ്പോ ഞാൻ ഈ ചാപ്റ്റർ സെക്കൻഡ് മൊഡ്യൂൾ 5 സെക്കൻഡ് യൂണിറ്റ് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതില് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട പോർഷൻ എന്ന് പറഞ്ഞാല് ഈ കീ ഡയമെൻഷന്റെ സജഷൻസ് മുകളിൽ വരെ പഠിക്കണം. എന്ന് വെച്ചാൽ ഇവിടെ വരെയാണ് നമുക്ക് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള പോർഷൻസ് ഉള്ളൂ. ബാക്കി എക്സാമ്പിൾസ് നിങ്ങൾ നോക്കിയാൽ മതി. എന്ന് വെച്ചാൽ ജസ്റ്റ് നിങ്ങളുടെ ഒരു അറിവിന് വേണ്ടിയിട്ട് പറയുകയാണ്. നമ്മൾ ആ മുകളിൽ കൊടുത്തിരിക്കുന്ന ആ കീ ഡയമെൻഷൻസ് ഉണ്ടല്ലോ, ആ 7 കീ ഡയമെൻഷൻസും വ്യക്തമായിട്ട് പഠിച്ചാൽ മതി. ബാക്കിയുള്ള പോർഷൻസിന് അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല, അതുകൊണ്ടാണ് അത് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത്. അപ്പൊ അത്രയും പോർഷൻസ്, ഈ വലിയൊരു ചാപ്റ്റർ ആണ്, നമുക്കറിയാലോ. കീ ഡയമെൻഷൻസ് ഓഫ് ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് വലിയ ചാപ്റ്റർ ആണ്. എന്നാലും അതില് 132ാമത്തെ പേജ് മുതൽ 137ാമത്തെ പേജ് വരെയുള്ള പോർഷൻസ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നല്ല രീതിയിൽ പഠിച്ചാൽ മതി. ഓക്കെ, ക്ലിയർ ആണോ ടോപ്പിക്? പഠിക്കാൻ പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ. മോക്ക് ടെസ്റ്റിനായാലും നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കും വരുന്നത് കേട്ടോ. മോക്ക് ടെസ്റ്റ് കിട്ടിയിട്ടുണ്ടോ ഇതിന്റെ? കിട്ടിയിട്ടുണ്ടോ? ശരി, നോക്കിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ഇല്ലെങ്കിൽ പറയണോ കേട്ടോ, മോക്ക് ടെസ്റ്റ് കിട്ടിയാന്ന് നോക്കിയിട്ട് പറയണോ കേട്ടോ. ഓക്കെ, ഇനി നമ്മളുടെ മൊഡ്യൂൾ 5 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്റെ പോർഷൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ദെൻ നമ്മുടെ മൊഡ്യൂൾ 4 ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു. ഏതായിരുന്നു അത് നമ്മൾ എടുത്തോണ്ടിരുന്നത്? ഓർമ്മയുണ്ടോ? ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ കുറച്ച് ടോപ്പിക് ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. യൂണിറ്റ് 2 ആപ്ലിക്കേഷൻ ഓഫ് എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് ഇൻ അക്കാഡമിക് ഏരിയ ആയിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തിരുന്നത് അല്ലേ? ഓർമ്മയുണ്ടോ? ഓക്കെ, 1 മിനിറ്റ്. ഞാൻ PDF ഒന്ന് എടുക്കട്ടെ കേട്ടോ. പ്രിന്റഡ് നോട്ട് ഒന്ന് എടുക്കട്ടെ. മിനിറ്റ്. ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഞാനൊന്ന് എന്റെ കയ്യില് നോക്കിയിട്ട് കാണുന്നില്ല. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മള് എവിടെ വരെ ഞാൻ പറഞ്ഞു നിർത്തിയത് ഓർമ്മയുണ്ടോ? അപ്രോച്ചുകൾ വരെയാണോ പറഞ്ഞു നിർത്തിയത്? അതെ മാം, അപ്രോച്ച് പറഞ്ഞത്. ഓക്കെ, ഇനി ഡയമെൻഷൻസ് ഓഫ് ക്ലാസ് റൂം മാനേജ്മെന്റ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ദ അപ്രോച്ച് ഓഫ് ടീച്ചിങ് ആൻഡ് ക്ലാസ് റൂം മാനേജ്മെന്റ് റിവീൽ ദാറ്റ് ഗ്രേറ്റ് ചേഞ്ചസ് ഇൻ ദ ഫ്രെയിംവർക്ക്. ഈ അപ്രോച്ചുകൾ നമുക്ക് പറയുന്നത് നമ്മളുടെ ടീച്ചിങ്ങിലാവട്ടെ ക്ലാസ് റൂം മാനേജ്മെന്റിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. ദീസ് അപ്രോച്ച് ഫറിഷ് ദ ജനറൽ ഫോർമാറ്റ് ഓഫ് ക്ലാസ് റൂം മാനേജ്മെന്റ്. ഈ അപ്രോച്ച് നമുക്ക് ജനറൽ ഫോർമാറ്റിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. The classroom management consists of 4 dimensions. ക്ലാസ് റൂം മാനേജ്മെന്റിൽ മെയിൻ ആയിട്ട് 4 ഡയമെൻഷൻസ് ആണ് വരുന്നത്. ഫസ്റ്റ് ഫിസിക്കൽ ഡയമെൻഷൻ ഓർ എൻവയോൺമെന്റ്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഡയമെൻഷൻ, ഫിസിയോളജിക്കൽ ഡയമെൻഷൻ, എത്തിക്കൽ കൺസിഡറേഷൻ ആൻഡ് വാല്യൂ ഡയമെൻഷൻ. അങ്ങനെ 4 ഡയമെൻഷൻ ആണ് മെയിൻലി നമുക്ക് നോക്കാനുള്ളത്. ഇൻ മാനേജിംഗ് ക്ലാസ് റൂം ആക്ടിവിറ്റി, എ ടീച്ചർ ഹാസ് ടു ബി കൺസിഡർഡ് ദീസ് 4 ഡയമെൻഷൻ. നമ്മളൊരു ക്ലാസ് റൂം മാനേജ് ചെയ്യുമ്പോൾ ഒരു ടീച്ചർ ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ ഈ 4 ഡയമെൻഷൻസും നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്,
കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. എ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദീസ് ഡയമെൻഷൻ ഹാസ് ബീൻ പ്രൊവൈഡഡ് ഇൻ ദ ഫോളോയിങ് പാരാ. നമ്മൾ ഇനി നോക്കുന്നത് ഈ ഓരോ ഡയമെൻഷൻസിനെ കുറിച്ചിട്ട് നമ്മൾ നോക്കുകയാണ്. ഇവിടെ വരുന്നത് ഫിസിക്കൽ ഡയമെൻഷൻ ആണ് അല്ലെ. ഫിസിക്കൽ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ എ ക്ലാസ് റൂം ഈസ് എ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ആൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു ഫങ്ഷണൽ യൂണിറ്റ് തന്നെയാണ് ഒരു ക്ലാസ് റൂം. ഈ ക്ലാസ് റൂമിലൂടെയാണ് നമ്മൾ ക്ലാസ്സും കാര്യങ്ങളും എടുക്കുന്നുണ്ട്. നമുക്ക് അതിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ മെറ്റീരിയൽസ് വേണം. നമുക്ക് ബ്ലാക്ക് ബോർഡ് വേണ്ട വരും, ചാർട്ട്, മേ ബി PPT പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊജക്ടറും കാര്യങ്ങളും വേണ്ട വരും. ഒരുപാട് മെറ്റീരിയൽസും കാര്യങ്ങളും വേണം അല്ലെ. ഒരു ക്ലാസ് റൂം മാനേജ്മെന്റ് ഫിസിക്കൽ ആയിട്ടുള്ള ഒരുപാട് അറേഞ്ച്മെന്റ്സും കാര്യങ്ങളും വേണം അല്ലെ. ഫിസിക്കൽ ഫാക്ടേഴ്സ് വേണ്ടേ ഒരു ക്ലാസ് റൂമില്. അതിനെ കുറിച്ചിട്ടാണ് ഈ ക്ലാസ് റൂം ഫിസിക്കൽ ഡയമെൻഷനിൽ പറയുന്നത്. നമുക്ക് ബ്ലാക്ക് ബോർഡ് ആവട്ടെ, നമുക്ക് വേണ്ട അറേഞ്ച്മെന്റ്സ്, കുട്ടികൾക്ക് ഇരിക്കാൻ വേണ്ട അറേഞ്ച്മെന്റ്സും കാര്യങ്ങളാവട്ടെ, ഇതെല്ലാം എന്തിൽ വരും? ഫിസിക്കൽ ഫാക്ടേഴ്സിൽ വേണം. അതേപോലെ നല്ല എയർ, കാറ്റും വെളിച്ചമൊക്കെ കയറുന്ന രീതിയിലുള്ള ബിൽഡിങ്സും കാര്യങ്ങളും വേണം. A classroom management is a functional unit of an educational institution. The location of the building, lawns, and the classroom are designed by the manager or founder of the institution. സാധാരണയായിട്ട് അവിടുത്തെ മാനേജറോ ഫൗണ്ടർ ആയിരിക്കും ക്ലാസ് റൂമിന്റെ ഏകദേശം ഡിസൈൻസും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്തിരിക്കുന്നത്. The classroom management concern സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ്. നമ്മൾ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ശ്രദ്ധിക്കണം. കാരണം വെളിച്ചം കിട്ടുന്ന രീതിയിൽ വേണം കുട്ടികളെ സീറ്റിംഗ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനായിട്ട്. ലൈറ്റ്, എയർ അറേഞ്ച്മെന്റ്സ്, നമുക്ക് വായുവും ലൈറ്റും കിട്ടുന്ന രീതിയിലായിരിക്കണം ക്ലാസ് റൂം അറേഞ്ച്മെന്റ്സ് ചെയ്യാനായിട്ട്. എന്ന് വെച്ചാൽ അത്യാവശ്യം നമ്മൾ ഒരു ക്ലാസ് റൂം എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ഡോറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം എയർ കയറുന്ന രീതിയിൽ വിൻഡോസും കാര്യങ്ങളും, ഓപ്പൺ വിൻഡോസ് ഒക്കെ ആയിരിക്കും അല്ലെ ക്ലാസ് റൂമിൽ ഉണ്ടാവുക. പഴയ ക്ലാസ് റൂമിലൊക്കെ അല്ലെ ഓപ്പൺ വിൻഡോസ് ഒക്കെ ആയിരുന്നു. ഞാനൊക്കെ പഠിച്ചിരുന്ന സമയത്ത് ക്ലാസ് റൂമിലൊക്കെ ഓപ്പൺ വിൻഡോസ്, കാരണം കൂടുതൽ അത്യാവശ്യം നല്ല രീതിയിൽ കാറ്റും വെളിച്ചവും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള വിൻഡോസ്. പിന്നീട് അതേപോലെ ചിലപ്പോ ഹോളുകളായിരിക്കും. വിൻഡോ അല്ലെങ്കിൽ ഒരു ഏരിയ ഫുൾ ആയിട്ട് ചില ഹോളുകളൊക്കെ വെച്ചിട്ട് അവരുടെ വോളിന് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അത്യാവശ്യം നല്ല രീതിയിൽ കാറ്റും വെളിച്ചവും ക്ലാസ് റൂമിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്യുന്നത്. ബ്ലാക്ക് ബോർഡ് ഫെസിലിറ്റീസ് ഒരു ക്ലാസ് റൂമിനെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്? ബ്ലാക്ക് ബോർഡ് അല്ലേ. ടീച്ചേഴ്സിന് എന്ത് കാര്യം വേണമെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണം? ബ്ലാക്ക് ബോർഡ് വേണം. ടീച്ചർ ആസ് എ മാനേജർ has to look into these facility of the classroom physical settings which should be helpful to learning. അപ്പൊ ഈ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു ടീച്ചർക്ക് നല്ല രീതിയിൽ ക്ലാസ് എടുക്കാൻ പറ്റുക. അതേപോലെ കുട്ടികൾക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും പറ്റുന്നത്. ഇനി സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഡയമെൻഷൻ ആണ്. എ ക്ലാസ് റൂം ഈസ് എ മിനിയേച്ചർ ഓഫ് ദി സൊസൈറ്റി ആസ് വെൽ ആസ് ഓഫ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഒരു ക്ലാസ് റൂം എന്ന് പറയുന്നത് ഒരു സൊസൈറ്റിയുടെ മിനിയേച്ചർ തന്നെയാണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ഡിഫറെന്റ് ക്യാരക്ടറിൽ നിന്നുള്ള ഡിഫറെന്റ് സ്വഭാവമുള്ള കുട്ടികളായിരിക്കും. അവരെല്ലാവരും ഒരു ക്ലാസ് റൂമിൽ ഒരുമിച്ച് വരാണ്. എന്തിനു വേണ്ടിയിട്ട്? ലേണിങ്ങിന് വേണ്ടിയിട്ട് ഒരുമിച്ച് വരാണ്. എ ക്ലാസ് റൂം മാനേജ്മെന്റ് കംപ്രൈസ് ദ റിലേഷൻഷിപ്പ് ഓഫ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ എൻവയോൺമെന്റ് വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ഫോളോയിങ്. നമ്മൾ ഒരു ക്ലാസ് റൂമിലേക്ക് വരുമ്പോൾ അവിടുത്തെ സോഷ്യൽ ആൻഡ് കൾച്ചറൽ എൻവയോൺമെന്റും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങും? റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങും. ടീച്ചർ ആൻഡ് തോട്ട് റിലേഷൻ, ടീച്ചറും അതേപോലെ തന്നെ കുട്ടികളും തമ്മിലുള്ള റിലേഷൻ. പിന്നെ റിലേഷൻ എമംഗ് സ്റ്റുഡൻസ്, എന്താണ് റിലേഷൻ എമംഗ് കുട്ടികൾ തമ്മിലുള്ള റിലേഷൻ. റിലേഷൻ ബിറ്റ്വീൻ ടീച്ചർ ആൻഡ് പ്രിൻസിപ്പൽ, റിലേഷൻ എമംഗ് ടീച്ചേഴ്സ്. നമ്മളിപ്പോ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ, ഒരു മിനിറ്റ് കേട്ടോ, ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, ഞാൻ തിരിച്ചു തരാവേ, 1 മിനിറ്റ്. അതില് ടീച്ചർ ആൻഡ് തോട്ട് റിലേഷൻഷിപ്പ് ഇല്ലേ, അതൊന്ന് മാറ്റിയിട്ട് ടീച്ചർ ആൻഡ് സ്റ്റുഡൻസ് റിലേഷൻഷിപ്പ് ഒന്ന് ആക്കാവോ? നമ്മളൊരു ക്ലാസ്സിലേക്ക് വരുമ്പോൾ ടീച്ചേഴ്സും സ്റ്റുഡൻസും തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവും അല്ലെ. നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് പോലുള്ള നല്ലൊരു, നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ വരുന്ന ടീച്ചർ നമ്മളോട് നല്ല രീതിയിൽ എൻജോയ് ചെയ്തൊക്കെയാണ് ക്ലാസ് എടുക്കുന്നതെങ്കിൽ നല്ലൊരു ബോണ്ടും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. ദെൻ റിലേഷൻ എമംഗ് സ്റ്റുഡൻസ്, കുട്ടികൾ തമ്മിൽ, നമ്മുടെ ഫ്രണ്ട്സ് തമ്മിലൊരു നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. റിലേഷൻ ബിറ്റ്വീൻ ടീച്ചേഴ്സ് ആൻഡ് പ്രിൻസിപ്പൽ,
ടീച്ചേഴ്സും നമ്മുടെ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷനും തമ്മിൽ നല്ലൊരു റിലേഷൻ ഉണ്ടാവും. റിലേഷൻ എമംഗ് ദ ടീച്ചേഴ്സ്. ഇപ്പൊ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലായാലും നമ്മളിപ്പോ പല ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ് ആണ്. എന്നാലും ഞങ്ങൾക്ക് ടീച്ചേഴ്സിന്റെ ഇടയിൽ തന്നെ ഒരു ബോണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുമിച്ച് എല്ലാവരും കൂടി ഒരുമിച്ച് വരുമ്പോൾ പല സബ്ജക്റ്റും പല കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്ന ടീച്ചേഴ്സ് ആയിരിക്കും. പക്ഷെ എന്നാലും ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ആ ഒരു ബോണ്ടും കാര്യങ്ങളും ഞങ്ങളിൽ കാണാനായിട്ട് പറ്റും നിങ്ങൾക്ക്. അപ്പൊ അങ്ങനെ ഞങ്ങൾ തമ്മിൽ തന്നെ ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇറ്റ് ഇസ് വെരി ക്ലാസിക്കൽ ഫ്രേസ് ജോൺ ആൻഡ് ലാറ്റിൻ. Here John means student and Latin means content or subject matter. Okay. Subject matter ആണ് ട്ടോ. അതും കൂടെ ഒന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റുമോ? സബ്ജക്ട് മാറ്റർ. അപ്പോ ഇവിടെ ജോൺ പഴയൊരു ക്ലാസിക്കൽ ഫേസ് ആണ് ജോൺ ആൻഡ് ലാറ്റിൻ എന്ന് പറയുന്നത്. ജോൺ എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ് ആണെങ്കിൽ ലാറ്റിൻ എന്ന് പറയുന്നത് കണ്ടന്റ് അല്ലെങ്കിൽ സബ്ജക്ട് മാറ്റർ ആണ്. A teacher must know the background of his students. നമ്മുടെ കുട്ടികളെ കുറിച്ച്, നമ്മുടെ ക്ലാസ്സിലുള്ള ഓരോ കുട്ടികളെ കുറിച്ചും പഠിക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ആൻഡ് ദർ അപ്രോച്ചിങ് ബിഹേവിയർ, അവരെങ്ങനെ അപ്രോച്ച് ചെയ്യണം. ആൻഡ് ദർ ലേണിംഗ് ആക്ടിവിറ്റീസ് ആൻഡ് ഇൻട്രസ്റ്റ്, അവരുടെ ലേണിംഗ് ആക്ടിവിറ്റീസും ഇൻട്രസ്റ്റും എന്തൊക്കെയാണ് എന്നൊക്കെ മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ്. എഡ്യൂക്കേഷൻ ഈസ് എ ക്രിയേച്ചർ ആൻഡ് ക്രിയേറ്റർ ഓഫ് ദ സൊസൈറ്റി. നമ്മുടെ വിദ്യാഭ്യാസമാണ് ഒരു ക്രിയേച്ചർ എന്ന് പറയുന്നത്. അതേപോലെ നമ്മുടെ സൊസൈറ്റിയുടെ ക്രിയേറ്ററും എന്ത് തന്നെയാണ്? നമ്മുടെ എഡ്യൂക്കേഷൻ തന്നെയാണ്. ദ ന്യൂ സൊസൈറ്റി ഷേപ്ഡ് ഇൻ ദ ക്ലാസ് റൂം. ഓരോ ചെറിയ ക്ലാസ് റൂമിലൂടെയാണ് ഓരോ സൊസൈറ്റിയും എന്ത് ചെയ്യുന്നത്? ഷേപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കൾച്ചറും കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓഫ് ആൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ത്രൂ എ ഡിസറബിൾ സോഷ്യൽ ആൻഡ് കൾച്ചറൽ എൻവയോൺമെന്റ്. അപ്പൊ നമ്മളൊരു ക്ലാസ് റൂമിലേക്ക് വരുമ്പോൾ ചെറിയൊരു ക്ലാസ് റൂം ആണെന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ നമ്മുടെ ക്ലാസ് മേറ്റ്സ് അവര് മേ ബി നമ്മളുടെ കൾച്ചറിൽ നിന്നായിരിക്കില്ല വരുന്നത്, വേറൊരു കൾച്ചറിൽ നിന്നായിരിക്കും വരുന്നത്. പക്ഷെ അവര് നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങും? നമ്മൾ റെസ്പെക്ട് ചെയ്യും, അവരുടെ കൾച്ചറിനെ റെസ്പെക്ട് ചെയ്യും. എന്റെ കൂടെ ഞാൻ 10th വരെ പഠിച്ചിരുന്ന സമയത്ത് ഒരു നമ്പൂതിരിക്കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അവള് വെജിറ്റേറിയൻ ആണ്. വെജിറ്റേറിയൻ എന്ന് പറയുമ്പോൾ ആള് വേറെ ഒന്നും കഴിക്കില്ല, നോൺ ആയിട്ടുള്ള ഒന്നും കഴിക്കില്ല. ഞങ്ങൾ എന്ന് വെച്ചാൽ ബാക്കിയുള്ളവരൊക്കെ ഏകദേശം എന്താ പറയാ, ഒരു മുസ്ലിം കുട്ടിയുണ്ട്, എല്ലാവരും ഉണ്ട്, ഞങ്ങൾ എല്ലാവരും ഉണ്ട്. അപ്പൊ ഞങ്ങളൊക്കെ നോണൊക്കെ കൊണ്ടുവരും, വീട്ടിൽ നിന്ന് നോണൊക്കെ കൊണ്ടുപോകും ചെയ്യും. പക്ഷെ ഇവളോട് പറയും ഇന്ന ഫുഡില് നോൺ ഉണ്ട്. ചിലപ്പോ നമുക്ക് അറിയാൻ പറ്റില്ല. ചില കറികളിൽ നമ്മളുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാവും. കറിയില് ചിലപ്പോ എന്തെങ്കിലും മീനോ അല്ലെങ്കിൽ ചെമ്മീനൊക്കെ ഇട്ടിട്ടുണ്ടാവും. അപ്പൊ ഞാൻ അവളോട് പറയും ഇന്ന കറിയിൽ ഇതുണ്ട്, നീ എടുക്കണ്ട കേട്ടോ. കാരണം ഞാൻ റെസ്പെക്ട് ചെയ്ത് തുടങ്ങി. അവളുടെ കൾച്ചർ അതാണ്, അല്ലെങ്കിൽ അവള് ഫോളോ ചെയ്യുന്ന കസ്റ്റംസ് അതാണ്, അതിനെ റെസ്പെക്ട് ചെയ്യാനായിട്ട് തുടങ്ങി. അതേപോലെ ഞങ്ങൾക്ക് ഒരു വിഷമമുള്ള ഒരു കാര്യമുണ്ട്. ഞങ്ങൾക്ക് കൂട്ടുകാരത്തി ജായ്സ എന്നുള്ള പേര്, അവള് നോമ്പ് എടുക്കും കേട്ടോ. നോമ്പ് എടുക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കര വിഷമം. ഞങ്ങൾക്ക് പോലും ഫുഡ് അങ്ങോട്ട് ഉള്ളിലോട്ട് ഇറങ്ങാത്ത പോലെ തോന്നും. കാരണം അവള് നോമ്പ് എടുക്കുമ്പോൾ അവള് ഫുഡ് കഴിക്കില്ല, വെള്ളവും കുടിക്കൂല. അപ്പൊ ഭയങ്കര വിഷമമാണ്. അപ്പൊ അവൾക്ക് ആ ഒരു അവളുടെ ഒരു കൾച്ചറിന്റെ ഭാഗമായിട്ടാണ് അവൾ ആ ഒരു നോമ്പും കാര്യങ്ങളൊക്കെ എടുക്കുന്നെങ്കിലും ഫുഡൊക്കെ കഴിക്കാതിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു വിഷമമാണ്. ബാക്കിയുള്ളവർക്ക് കഴിക്കുമ്പോൾ ഒരു ഹാപ്പിനെസ് കിട്ടാറില്ല. ഞങ്ങൾ ഭയങ്കര സംസാരിച്ച് വർത്താനൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്താണ് എല്ലാവരും കൂടി ടീമായിട്ട് ഫുഡ് കഴിക്കുന്നത്. പക്ഷെ അവള് നോമ്പെടുക്കുമ്പോൾ മാത്രം ആ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ, അവള് മാത്രം ഫുഡ് കഴിക്കാണ്ട് മാറി നിൽക്കുകയല്ലേ, ഞങ്ങൾ കഴിക്കുകയല്ലേ എന്നുള്ള ഫീലിംഗ് കാര്യങ്ങളൊക്കെ വരും. അപ്പൊ നമ്മളൊരു ക്ലാസ് റൂമിലേക്ക് വരുമ്പോൾ നമ്മളിവിടെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? പഠിക്കുന്നുണ്ട്. ഒരു കുട്ടിയുടെ ഫീലിങ്സ്, അല്ലെങ്കിൽ അവർ വരുന്ന ബാക്ക്ഗ്രൗണ്ട്, അവരുടെ സംസ്കാരം, അല്ലെങ്കിൽ അവരുടെ കൾച്ചർ, അവരുടെ കാസ്റ്റ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? അക്സെപ്റ്റ് ചെയ്യാണ്. ഇവിടെ എന്റെ കാസ്റ്റ് ആണ് വലുത്, അല്ലെങ്കിൽ നിന്റെ കാസ്റ്റ് മോശമാണ് എന്നൊന്നുള്ളൊരു വേർഡേ വരുന്നില്ല. നമ്മളെ ഫുള്ളി അക്സെപ്റ്റ് ആണ് ചെയ്യുന്നത്, എല്ലാവരെയും അക്സെപ്റ്റ് ആണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എല്ലാ കാസ്റ്റിനെ റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങുന്നു. ഞാൻ പഠിച്ചിരുന്നത് ചെറുപ്പത്തില് ഒരു കോൺവെന്റ് സ്കൂളാണ്. അവിടെ ഞാൻ ഹിന്ദുക്കുട്ടിയാണല്ലോ. അന്ന് അധികം ബാക്കി എല്ലാവരും ക്രിസ്ത്യൻസ്, ഞാൻ മാത്രമുള്ളൂ അവിടെ ഹിന്ദുക്കുട്ടിയായിട്ട്. പക്ഷെ ഞാൻ വളർന്നു വന്ന കൾച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കാസ്റ്റിനെ റെസ്പെക്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ എനിക്ക് ഇപ്പൊ പള്ളിയിൽ പോകുമ്പോഴും അമ്പലത്തിൽ പോകുമ്പോഴും നോ ഡിഫറൻസ്, ആ ഒരു ഫീൽ ഇല്ല. രണ്ടും സെയിം. എനിക്ക് എവിടെ ചെന്നാലും പ്രാർത്ഥിച്ചാൽ മതി എന്നുള്ള ഒരു ഫീലാണ്. ഇപ്പൊ നമ്മള് എക്സാമിനൊക്കെ പോകുമ്പോ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കണം എന്നുള്ള ആ ഒരു ഫീൽ ഇല്ല. എവിടെയായാലും ദൈവത്തിനോട് പ്രാർത്ഥിച്ചാൽ മതി. ഇപ്പൊ പള്ളിയിലാണെങ്കിൽ പള്ളിയിൽ പോയിട്ട് പറയും, നമ്മളുടെ വിഷമവും കാര്യങ്ങളൊക്കെ പറയും, പ്രാർത്ഥിക്കും. എനിക്ക് ആ ഡിഫറൻസ് ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ മറ്റുള്ളവർക്ക് ഒരാൾ എന്നെ നോക്കുമ്പോൾ ഈ കുട്ടി എന്താണ് ഹിന്ദു ആയിട്ട് എന്താ പറയാ ചർച്ചിലൊക്കെ പോകുന്നു എന്ന് ചിന്തിക്കും. പക്ഷെ എന്താണ് എനിക്ക് ആ ഫീൽ തോന്നില്ല. കാരണം ഞാൻ വളർന്നു വന്ന രീതി വ്യത്യാസമാണ്. എന്റെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും എന്താ പറയാ ഫ്രീ പീരീഡ് ഒക്കെ കിട്ടുന്ന സമയത്ത് ഞങ്ങൾ ചർച്ചിലാണ് പോയിരിക്കുന്നത്. അവിടെ നല്ല വലിയ ചർച്ചാണ്. അവിടെ പോയി കൂടുതൽ ടൈം സ്പെൻഡ് ഒക്കെ ചെയ്യാൻ പറ്റും. കൂടുതൽ സമയം നമ്മള് അവിടെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ അലൗ ചെയ്യുമായിരുന്നു. അങ്ങനെ നമുക്കൊരു ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെ അവിടെ ചെല്ലുമ്പോൾ തന്നെ കിട്ടും. ഒരു ഫ്രഷ് ഫീലിംഗ് ഒക്കെ തോന്നും. നമ്മൾ അമ്പലത്തിലൊക്കെ പോയി വരുമ്പോൾ കിട്ടുന്ന അതേ ഫീലിംഗ് തന്നെ എനിക്ക് ചർച്ചയിൽ പോയി വരുമ്പോൾ
കിട്ടും. ഇനി അടുത്തതാണ്, അപ്പൊ നമ്മൾ എല്ലാവരുടെയും കൾച്ചറും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങും, അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങും. സോഷ്യൽ ബോണ്ടിങ് വരും. നമ്മൾ സൊസൈറ്റിയുടെ ഒരു രൂപകൽപ്പന തന്നെയാണ് ചെറിയൊരു ക്ലാസ് റൂമിൽ കുട്ടികളൊക്കെ ആയിട്ടുള്ള ആ ഒരു ഇന്ററാക്ഷനും കാര്യങ്ങളും. ദെൻ സൈക്കോളജിക്കൽ ഡയമെൻഷൻ ആണ്. ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ദർ ഇസ് നോ ലേണിംഗ് വിത്തൗട്ട് ഇൻസ്പിറേഷൻ. സൈക്കോളജിക്കൽ ഡയമെൻഷനിൽ പറയുന്നത് നമുക്ക് ലേണിംഗ് ഇൻസ്പിറേഷൻ ഇല്ലാണ്ട് ഒന്നും ലേൺ ചെയ്യാൻ പറ്റില്ല. ദ മെയിൻ ഫോക്കസ് ഓഫ് ദ ക്ലാസ് റൂം മാനേജ്മെന്റ് ഈസ് ടു പ്രൊമോട്ട് ലേണിംഗ്. ലേണിംഗ് പ്രൊമോട്ട് ചെയ്യുക എന്നാണ് ക്ലാസ് റൂം മാനേജ്മെന്റിന്റെ മെയിൻ ആയിട്ടുള്ള എന്താണ് ഒരു ഫോക്കസ് എന്ന് പറയുന്നത്. ടീച്ചേഴ്സ് ഇൻസ്പയർ സ്റ്റുഡൻസ് വെർബലി, നമ്മൾ ആൻഡ് ത്രൂ ഹിസ് ആക്ഷൻസ് നമ്മൾ കുട്ടികളെ ഇൻസ്പയർ ചെയ്യും അല്ലെ. നിങ്ങൾക്ക് പറ്റും, നിങ്ങളെ കൊണ്ട് പറ്റും, നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റും, ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് ടീച്ചേഴ്സ് എന്ത് ചെയ്യും, നിങ്ങളെ ഇൻസ്പയർ ചെയ്യും. The teachers and the students verbally and all through his actions, non-verbally നമ്മൾ കുട്ടികളെ ഇൻസ്പയർ ചെയ്യും. He also reinforce for desirable behavior. കുട്ടികളിൽ ആ ഒരു ഡിസർബിൾ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ബിഹേവിയർ കൊണ്ടുവരാനായിട്ട് നമ്മൾ കൂടുതലായിട്ട് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും. In higher classrooms, teachers rise the level of endeavor of the students. The teacher involvement in classroom management encourage the students participation and their learning. ടീച്ചേഴ്സ് കൂടുതലായിട്ട് കുട്ടികളുടെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ അത് ക്ലാസ് റൂം മാനേജ്മെന്റ് നല്ല രീതിയിൽ എൻകറേജ് ചെയ്യുന്നുണ്ട്. കുട്ടിയുടെ ലേണിംഗ് പവർ അല്ലെങ്കിൽ ആ ഒരു പഠിത്തത്തിലേക്കുള്ള പാർട്ടിസിപ്പേഷൻ കാര്യങ്ങളൊക്കെ കൂടുതൽ നമുക്ക് കൂട്ടാനായിട്ട് പറ്റും. ഇപ്പൊ ഒരു ടീച്ചർ എടുക്കുന്ന പോർഷൻസ് ക്ലാസ്സിൽ മനസ്സിലാവുന്നില്ലെങ്കിൽ സ്റ്റുഡൻസിന്റെ എണ്ണം വളരെ കുറവായിരിക്കും. ഇന്ന് എന്റെ ക്ലാസ്സിലത്തെ സ്റ്റുഡൻസിന്റെ എണ്ണം കണ്ടോ, വളരെ കുറവല്ലേ. ഈ പോർഷൻ ഇത്രയും ടഫാണ് ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ. അപ്പൊ എന്താണ്, നമ്മൾക്ക് ഒരു പോർഷൻ നല്ല രീതിയിൽ ക്ലിയർ ആയിട്ടൊക്കെ മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ സ്റ്റുഡൻസിന്റെ എണ്ണം വളരെ കൂടുതലായിരിക്കും. അല്ലാതെ പോർഷൻ കുറച്ച് ടഫൊക്കെ വരുമ്പോൾ കുട്ടികളുടെ എണ്ണം വളരെ കുറവായിരിക്കും. ഇറ്റ് ഈസ് നോംസ് ഫോർ എഫക്റ്റീവ് ക്ലാസ് റൂം മാനേജ്മെന്റ്. അപ്പൊ നമ്മൾ കുട്ടികളെയും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, ഈ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യാൻ. അത് വിചാരിച്ചിട്ടാണ് ഞാൻ സെമിനാർ എടുക്കാനായിട്ട് പറഞ്ഞത്. സെമിനാറിന് എടുക്കാന്ന് പറഞ്ഞ് ഫിക്സ് ചെയ്ത ദിവസമാണ് ഇത്രയും സ്റ്റുഡൻസ് കുറവല്ലേ അല്ലേ. അപ്പോ മാക്സിമം നിങ്ങൾ നോക്കുക, പോർഷൻസ് നോക്കുക. ഇത്തിരി ടഫാണെന്നൊക്കെ എനിക്കറിയാം, എന്നാലും മാക്സിമം അത് കവർ ചെയ്യാനായിട്ട് നോക്കാം. ഇനി എത്തിക്കൽ കൺസിഡറേഷൻ ഓർ വാല്യൂ ഡയമെൻഷൻ ആണ് ഇനി നമ്മൾ പറയുന്നത്. ദിസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോർഷൻ ഓഫ് ക്ലാസ് റൂം മാനേജ്മെന്റ്. ക്ലാസ് റൂം മാനേജ്മെന്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് എത്തിക്കൽ കൺസിഡറേഷൻ ഓർ വാല്യൂ ഡയമെൻഷൻ. എ ടീച്ചേഴ്സ് റോൾ ഇൻ ക്ലാസ് റൂം മാനേജ്മെന്റ് ഈസ് മോർ ദാൻ എ മാനേജർ. ഒരു ടീച്ചറുടെ റോൾ എന്ന് പറയുന്നത് ഒരു മാനേജറുടെ റോളിനേക്കാൾ കൂടുതലാണ്. നമ്മൾ ടീച്ചർ സ്റ്റുഡൻസിന്റെ A to Z കാര്യങ്ങൾ മാനേജ് ചെയ്യണം, അവരെ ലീഡ് ചെയ്യണം, അവരെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യണം, നല്ല ബിഹേവിയറിലേക്ക് കൊണ്ടുവരാനായിട്ടൊക്കെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യണം. ടീച്ചർ ഈസ് എ ലീഡർ ഓഫ് ദ ക്ലാസ് ആൻഡ് ഐഡിയൽ ഓഫ് സ്റ്റുഡൻസ്. നമ്മൾ ടീച്ചർ ആയിരിക്കണം ക്ലാസ് റൂമിന്റെ ലീഡർ, ക്ലാസിന്റെ ലീഡർ. അതേപോലെ കുട്ടികളുടെ ഐഡിയലും ആര് തന്നെ ആവണം, ടീച്ചർ തന്നെ ആവണം. ഹി ഇൻഫ്ലുവൻസ് ദ സ്റ്റുഡൻസ് ബിഹേവിയർ. കുട്ടിയുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് പറ്റണം. ഹി ഷുഡ് ലുക്ക് ലൈക്ക് എ ടീച്ചർ ആൻഡ് ബിഹേവ് ലൈക്ക് എ ടീച്ചർ. ഒരു ടീച്ചറിനെ കാണുമ്പോൾ അവരുടെ കാഴ്ചയിൽ തന്നെ നമുക്ക് മനസ്സിലാവണം അത് ടീച്ചറാണ്. നമ്മളോടുള്ള പെരുമാറ്റത്തിലൂടെയും നമുക്ക് ആ ടീച്ചറാണെന്നുള്ള ഒരു ഫീൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. ഹി ഹാസ് ടു മെയിൻറ്റെയിൻ ക്ലാസ് റൂം കോഡ് ആൻഡ് കണ്ടക്ട് വിച്ച് ഷുഡ് ബി വാല്യൂ ബേസ്ഡ്. നമ്മൾ നമ്മുടെ ക്ലാസ്സിലത്തെ കോഡ് ആൻഡ് കണ്ടക്റ്റും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യുന്നത് ആര് തന്നെയാണ്, ടീച്ചേഴ്സ് തന്നെയാണ്. അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഉത്തരവാദിത്വം ടീച്ചേഴ്സിന്റെയാണ്. ദിസ് ഡയമെൻഷൻ ഓഫ് ദ ക്ലാസ് റൂം മാനേജ്മെന്റ് കൺസേണിംഗ് ദ ഫീലിംഗ്, ആറ്റിറ്റ്യൂഡ് ആൻഡ് വാല്യൂ ഫേസ് ഓഫ് ദ സ്റ്റുഡന്റ്. ആ ഫേസ് എന്നാക്കിക്കോട്ടോ. ഇത് മെയിൻ ആയിട്ട് കുട്ടികളുടെ ഫീലിങ്സും അവരുടെ ആറ്റിറ്റ്യൂഡ്സും അവര് നമ്മളെ ഇതിന് കൊടുക്കുന്ന വാല്യൂസും കാര്യങ്ങളാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഒന്ന് റീഡ് ചെയ്യാൻ പറ്റുമോ ഈ ഡയമെൻഷൻസ്? ഞാൻ ഈ ഡയമെൻഷൻസ് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. ഒന്ന് വേഗം റീഡ് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ.
ഇപ്പൊ ബാക്കി പോർഷൻ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, ബാക്കിയുള്ള പോർഷൻ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. താങ്ക് യു ഓൾ. Thank you, ma'am.